ഈ ആദരണീയരായ KV സൈമൺ അച്ഛനും ജോർജ് ജേക്കബ് അച്ഛനും ഷാജി തോമസ് അച്ഛനും എബ്രഹാം സി മാത്യു അച്ഛനും സേവ്യാ സംഘത്തിലെ വിലപ്പെട്ട മുത്തുകളായ നിങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു മഞ്ചാടി ഗുരുവിനെയും മുത്തായി സംബോധന ചെയ്ത് അത്തരത്തിൽ എനിക്ക് സ്വാഗതം ഓതിയത് ഒരു ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം കൊണ്ടാണ്. കാലിത്തൊഴുത്തിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടായത് അവിടെ കെട്ടിയ കന്നുകാലികളുടെ മഹത്വം കൊണ്ടല്ല, അവിടെ ദൈവത്തിൻ്റെ പുത്രൻ അല്പസമയം കിടക്ക വിരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ആ ദൂത് വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏതൊരു മഞ്ചാടി ഗുരു മുത്തായി തീരും എന്നുള്ള ആ കാഴ്ചപ്പാടിലായിരിക്കണം എളിയവനായ എന്നെ ബുദ്ധിമാനായ ജോർജ് ജേക്കബ് അച്ഛൻ അങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കുറച്ചും കൂടെ ആരോഗ്യമുള്ളവരെയൊക്കെ വിളിക്കുന്നതല്ലേ വെച്ചാൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞതാണ്. അച്ഛൻ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വലിയ കൺസേൺ ഉള്ള ഒരാൾ കൂടിയാണ്. ഒരിക്കൽ എനിക്കൊരു ഹെർണിയയുടെ ഓപ്പറേഷനെ ബന്ധപ്പെട്ട് മന്ദിരം ആശുപത്രിയിൽ ഞാൻ നിൽക്കുമ്പോൾ അച്ഛൻ എന്നോട് ഈ ഓപ്പറേഷൻ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, സാർ ആട്ടിൻ സൂപ്പൊക്കെ കുടിക്കണമെന്നാണ്. ജീവിതത്തിൽ ഇത് ഞാൻ കുടിച്ചിട്ടില്ല, ഇനി കുടിക്കാനുള്ള ആരോഗ്യമോ സാമ്പത്തിക ശേഷിയോ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കുടിച്ചില്ല. അതിനുശേഷം ഈ പള്ളിയിലൊരു വചന ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ആട്ടിൻ സൂപ്പ് എനിക്ക് കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കുമായി തന്നെ സൂപ്പാക്കി നൽകിയ ഊനമില്ലാത്ത കുഞ്ഞാടായ ആ കുഞ്ഞാടിൻ്റെ ആട്ടിൻ സൂപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ആ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ ജനനത്തെയാണ് നാം ഈ സമയത്ത് ഓർക്കുന്നത്. പ്രിയപ്പെട്ട ഷാജി തോമസ് അച്ഛൻ 2-3 വാചകങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ മഹനീയമായ 2 സന്ദേശങ്ങൾ അതിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അച്ഛൻ പറഞ്ഞു, ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരാഘോഷമല്ല, അതൊരു അനുഭവമാണ്. നമ്മൾ ഈ ഗാനങ്ങളൊക്കെ ആലപിക്കുമ്പോൾ കായിക സംഘങ്ങളെല്ലാം ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. സൂര്യാകൃഷ്ണമൂർത്തി എന്ന് പറയുന്ന കേരളത്തിലെ പ്രശസ്തനായ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, തമ്പുരുവിൽ എന്തു തട്ടിയാലും ശബ്ദമുണ്ടാകും. ശുദ്ധ സംഗീതം അറിയാവുന്നവർ തമ്പുരുവിനെ സ്പർശിച്ചാൽ ശുദ്ധമായ സംഗീതം പുറപ്പെടും. എന്നാൽ ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർ തമ്പുരുവിനെ സ്പർശിച്ചാൽ ദിവ്യ സംഗീതം പുറപ്പെടും എന്നാണ് സൂര്യാകൃഷ്ണമൂർത്തി എഴുതിയത്. പ്രിയമുള്ള ഗായിക സംഘാംഗങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തമ്പുരുവിൽ നിങ്ങൾ മീട്ടിയ ഈ വിശുദ്ധ സംഗീതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായും ദീർഘനാളത്തെ പരിശീലനത്തിൻ്റെ ആ ഘട്ടങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ടൊരു കുട്ടി തൻ്റെ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ പിറന്നാളിന് ഒരു സമ്മാനം കൊടുക്കാനായിട്ട്, അവൻ്റെ പാവപ്പെട്ട കുട്ടിയായതുകൊണ്ട് അവന് വിലപ്പെട്ട സമ്മാനമൊന്നും അവൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല, വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അവന് ഒരു കക്ക കണ്ടെത്തി. ആ കക്ക കടലാസിലൊക്കെ പൊതിഞ്ഞ് ടീച്ചറിന് കൊണ്ടേ കൊടുത്തു. ടീച്ചർ ഹൃദയവിശാലതയുള്ള ഒരു ടീച്ചറായതുകൊണ്ട് അതിനെ ആദരപൂർവ്വം ആ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ ആ സ്നേഹത്തെ ആദരപൂർവ്വം അംഗീകരിച്ച് അത് സ്വീകരിച്ചു. എന്നിട്ട് ആ ടീച്ചർ ചോദിച്ചു, കുഞ്ഞെ, നീ എവിടെ ചെന്നാണ് ഈ കക്ക സമ്പാദിച്ചുകൊണ്ട് വന്നത്? ഉടനെ അവൻ പറഞ്ഞു, ഞാനവിടെ വളരെ ദൂരെയുള്ള കടപ്പുറത്ത് പോയി ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ മനോഹരമായ കക്ക എന്ന് പറഞ്ഞു. ഉടനെ ടീച്ചർ അവനോട് ചോദിച്ചു, കുഞ്ഞെ, ഈ ഒരു കക്കായ്ക്ക് വേണ്ടി നീ എന്തിനാണ് ഇത്ര ദൂരം യാത്ര ചെയ്തത്? ആ കുട്ടി പറഞ്ഞു, ഈ കക്ക മാത്രമല്ല, അവിടേക്കുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും ടീച്ചർക്കുള്ള എൻ്റെ സമ്മാനമാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പാടിയ പാട്ടുകൾ ക്രിസ്തുവിനുള്ള അർപ്പണം ആണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കൂടി വന്ന ആ കൂടിവരവുകളും നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അതിനുവേണ്ടി നടത്തിയ യാത്രകളുമെല്ലാം ക്രിസ്തുവിനുള്ള സമ്മാനങ്ങളാണ്.
അവിടെയാണ് ഷാജി തോമസൻ പറഞ്ഞതിൻ്റെ പ്രസക്തി ഉള്ളത്. ക്രിസ്മസ് ഒരു ആഘോഷമല്ല, അനുഭവമാണ്. അച്ഛൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതാണ്. ക്രിസ്മസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പാപം ക്രിസ്മസിനെ ആഘോഷമാക്കി കാണുന്നു എന്നുള്ള പാപമാണ് ചെയ്യുന്നത്. ലോകം ഇന്ന് ആ പാപത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമുക്കിവിടെ മനോഹരമായൊരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഈ ക്രിസ്മസ് ട്രീയുടെ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ അവസ്ഥ. ക്രിസ്മസ് കഴിയുമ്പോൾ അതിനെ പെട്ടിയിലാക്കി വെക്കും, പിന്നെ അടുത്ത ക്രിസ്മസിന് അത് പൊങ്ങി വരുള്ളൂ. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. ഈ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ മഹാസന്ദേശത്തെയും നമ്മളിങ്ങനെ കുറച്ച് കേട്ട് പാട്ടിലൂടെയൊക്കെ കേട്ട് പ്രസംഗങ്ങളിലൊക്കെ കേട്ട ശേഷം നമ്മളത് മൂടി വെച്ച് പുതുവത്സരത്തിലേക്ക് വരുമ്പോൾ പുതിയ രീതികളും കാര്യങ്ങളുമായി നമ്മൾ അടുത്ത ഡിസംബർ 25 വരെ കാത്തിരിക്കുകയാണ് അതിന് ഉയർത്തിക്കൊണ്ട് വരിക. പണ്ടൊരു പ്രൊഫസർ നോർമലാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരാൾ പരിശോധനയ്ക്ക് ചെന്നതിനെക്കുറിച്ചൊരു കഥയുണ്ട്. അയാൾ ഇങ്ങനെ നോർമലാണോ എന്നറിയാനായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇയാൾ നോർമലാണോ എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഈ വീടിൻ്റെ വാതിക്കലെത്തി, ഗേറ്റിൻ്റെ അവിടെ എത്തി അകത്തോട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഇയാൾ അകത്തേക്ക് ചെല്ലുന്നത്. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് ആ വെള്ളം ഒഴിക്കുന്ന പാത്രം ഇദ്ദേഹം ഇങ്ങനെ മുകളിൽ കൂടെ കാണിക്കുന്നു. പക്ഷെ ആ പാത്രത്തിന് മൂടുണ്ടായിരുന്നില്ല, മൂടില്ലാത്ത പാത്രമായിരുന്നു. ഉടനെ ഇയാൾ ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഈ മൂടില്ലാത്ത പാത്രത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്? ഉടനെ പറഞ്ഞു, അതുകൊണ്ട് ദോഷം വരാനില്ല, ഇവിടെ നിൽക്കുന്ന ചെടികൾ മുഴുവൻ പ്ലാസ്റ്റിക് ചെടികളാണ്. നമ്മുടെ ഇടവകയും സഭയും സമൂഹവും ഒക്കെ ചൊവ്വാകാത്തത് നമ്മൾ ഈ പ്ലാസ്റ്റിക് മനസ്സുമായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഈ ക്രിസ്മസ് എത്ര വർഷം വെച്ചാൽ അതിനൊരു വളർച്ച ഉണ്ടാകുകയില്ല. പ്രിയമുള്ളവർ, ആ അവസ്ഥയിൽ തുടരാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ക്രിസ്മസിനെ ഈ രീതി നമ്മളെ ഈ രീതി തുടരുന്നത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അച്ഛൻ പറഞ്ഞു, ക്രിസ്തു ഉള്ളപ്പോൾ നമുക്ക് എന്നും ക്രിസ്മസ് ആണല്ലോ. ഞാൻ ആ ഒരു ദർശനത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ അധ്യാപകനായിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഓരോ ക്ലാസ്സും, കാരണം അവിടെയൊക്കെ ക്രിസ്തു ജനിക്കുന്ന അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഓരോ കുഞ്ഞും അവർ വരുന്ന അവസ്ഥയിൽ നിന്ന് അവിടെ വന്ന് പഠിച്ച് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അവർ പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരൊരു പുതിയ ജനനം ലഭിച്ച അനുഭവത്തിലേക്ക് പോകണം. ഓരോ ക്ലാസ് മുറിയും ക്രിസ്മസായി കണ്ടതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാലഘട്ടത്തെ ഇന്നും ആ തരത്തിലുള്ള അനുഭവങ്ങളെ വലിയ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നത്. എന്താണ് അച്ഛൻ പറഞ്ഞു, ക്രിസ്മസ് ഒരു അനുഭവമാണെന്ന് പറഞ്ഞു. എന്താണ് അനുഭവവും അനുഭൂതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡോക്ടർ ഡി ബാബു പോൾ സാറ് അദ്ദേഹത്തിൻ്റെ കഥ ഇതുവരെ എന്നുള്ള പുസ്തകത്തിൽ വളരെ സുന്ദരമായി അനുഭവവും അനുഭൂതിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നമ്മളിപ്പോൾ ഒരു മഴ നനയുന്നു, അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒരു കുളിര് വരും, അതാണ് അനുഭവം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളൊരു മഴ നനയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ മഴ തുറന്നു പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് അനുഭൂതി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കേട്ട പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് ഏത് പാട്ട് ഏതെന്നൊക്കെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ അത് വെറും അനുഭവത്തിൻ്റെ തലത്തിൽ മാത്രമേ നിന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ സമയത്ത് അതിൻ്റെ ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മുടെ ഉള്ളിൽ നിരന്തരം പെയ്തുകൊണ്ടിരുന്നാൽ ഈ പറഞ്ഞതുപോലെ എന്തും ക്രിസ്മസാണ്. നമ്മുടെ റബ്ബർ ബോർഡ് പള്ളിയിലെ ഏബ്രഹാം കുര്യൻ സാറ്, അദ്ദേഹം ലിവിങ് ലീഫ് പബ്ലിഷേഴ്സ് എന്ന് പറയുന്നൊരു അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അങ്ങനെ പ്രകാശനം ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രൊഫസർ എസ് ശിവദാസ് സാറിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഒരു കുഞ്ഞുമാലാഖയുടെ ദൈവകഥകൾ എന്നാണ്. കുഞ്ഞുമാലാഖയുടെ ദൈവകഥകൾ. എന്താണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അതിലെ ഓരോ താളും മറിക്കുമ്പോൾ 1600 രൂപ വിലയുള്ള പുസ്തകമാണ്. പക്ഷേ അതിൻ്റെ ഓരോ താളും മറിക്കുമ്പോൾ നമുക്ക് പന്നീർപ്പൂവിൻ്റെ സുഗന്ധം നമുക്ക് കിട്ടും. ഞാനപ്പോൾ സാറിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇതെല്ലാം ബൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വല്ല പെർഫ്യൂം തളിച്ചിട്ടാണോ ഇങ്ങനെ? അങ്ങനെ വേണേൽ നമുക്കാകാമല്ലോ. അപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞത്, അമേരിക്കയിൽ നിന്ന് വരുത്തിയ ഒരു പ്രത്യേക പെർഫ്യൂം, അത് ഇതിൻ്റെ ഈ പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഇങ്ക് ഉണ്ടല്ലോ, ആ മഷിക്കകത്ത് മഷിക്കൂട്ടിൽ അത് ചേർത്താണ് ഇതിൻ്റെ പ്രിൻറ്റിങ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ അക്ഷരത്തിലും ആ സുഗന്ധം ഉള്ളതുകൊണ്ടാണ് ഓരോ പേജ് മറിക്കുമ്പോഴും സുഗന്ധം വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെയാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ ഈ ഒരു അടയാളങ്ങളായി മാറുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ അത്തരത്തിലൊരു സുഗന്ധമായി വന്നു ചേരുമ്പോഴാണ്
നമ്മുടെ വാക്കുകൾക്ക് സുഗന്ധമുണ്ടാകുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സുഗന്ധമുണ്ടാകുന്നത്, തിളക്കമുണ്ടാകുന്നത്. നമ്മൾ ക്രിസ്മസിൻ്റെ കാലയളവിൽ മദ്യ ഷാപ്പുകൾ വരെ എത്രയോ പള്ളികളേക്കാൾ കേവമായി ആഘോഷിക്കാറുണ്ട്, ഷാപ്പുകളും എല്ലാം. കാരണം എല്ലായിടത്തും ആ വെളിച്ചത്തിൻ്റെ വലിയ ഉത്സവമായിരുന്നു ക്രിസ്മസ് എന്നുള്ള പ്രഘോഷണമൊക്കെ നടക്കുന്നുണ്ട്. സുകുമാരഅഴീക്കോട് സാറ് തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗബാധിതനായി ഗുരുതരാവസ്ഥയിൽ 2012 കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളുടെ സമയത്ത് GS പ്രദീപ് എന്ന് പറഞ്ഞ ആളിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കൈരളി ചാനലിലൊക്കെ അശ്വമേധം എന്നുള്ള പ്രോഗ്രാം നടത്തുന്ന മഹാജീനിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ അശ്വമേധത്തിലൂടെയൊക്കെ വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർന്നെങ്കിലും ജീവിതം തകർന്നൊരവസ്ഥയിൽ, മദ്യപാനത്തിലൊക്കെ കുടുങ്ങി ആവപ്പാടെ ജീവിതം തകർന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം വേദികളിൽ നിന്ന് പോലും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തുക്കളോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി. അവിടെ അന്ന് കുചേലൻ്റെ ദിനമായിരുന്നതുകൊണ്ട് അവലാണ് അവിടെ നേർച്ചയായിട്ട് കിട്ടിയത്. ആ അവലുമായി അഴീക്കോട് സാറിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ സാറിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സാറിനോട് ചോദിച്ചു, അവല് കഴിക്കുന്നു? ഉടനെ പറഞ്ഞു അദ്ദേഹത്തിന് കയ്യിലൊന്നും പിടിച്ചെടുത്ത് കഴിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ഈ GS പ്രദീപ് കുറച്ച് അവല് സാറിൻ്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ ശക്തനായ വിമർശകനായിരുന്ന, തനിക്ക് അസത്യമെന്ന് തോന്നുന്നതിനെല്ലാം നിശ്ചിതമായി വിമർശിച്ചിരുന്ന, ഈ സമൂഹത്തെ നിരന്തരം തിരുത്തുവാൻ ശ്രമിച്ച ആ മഹാനായ സാംസ്കാരിക നായകൻ തൻ്റെ അവസാന നിമിഷങ്ങൾ പങ്കിടുന്ന സമയത്ത്, ഈ ഭൂമിയിൽ കഴിയുന്ന സമയത്ത് ഈ GS പ്രദീപിനോട് പറഞ്ഞു, പ്രദീപേ, നിന്റെ പേരിൻ്റെ അർത്ഥം പ്രകാശമായ ദീപമെന്നല്ല അർത്ഥം, പ്രകാശമാകേണ്ട ദീപമെന്നാണ് അർത്ഥം. പ്രകാശമായ ദീപമെന്നല്ല, പ്രകാശമാകേണ്ട ദീപമെന്നാണ് അർത്ഥം. എന്നാൽ നിന്നിലെ പ്രകാശം കെടുത്തിക്കളയുന്ന പലതും നിന്നിലുണ്ട്, നീ അത് ഉപേക്ഷിക്കണം എന്ന് GS പ്രദീപിനോട് പറയുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുളമ്പടി ഒച്ചകളുടെ ഡയറി എന്ന പേരിൽ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന, പിറ്റേ ദിവസം അഴീക്കോട് സാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചുമക്കുവാനായിട്ട് ഞാനും ഉണ്ടായിരുന്നു. ആ ശവ സംസ്കാരത്തിൻ്റെ യാത്രയിൽ ഞാനും പങ്കുചേർന്നിരുന്നു. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ആ പഴയ സ്വഭാവമെല്ലാം ഞാൻ ഉപേക്ഷിച്ചു, സാറ് പറഞ്ഞത് ഞാൻ അനുസരിച്ചു എന്നാണ് പറയുന്നത്. ക്രിസ്മസ് നമ്മളോട് പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങളിന്ന് വെളിച്ചത്തിൻ്റെ ഉത്സവമായിട്ട് ഇതിനെ ആഘോഷിക്കുന്നെങ്കിൽ യഥാർത്ഥ വെളിച്ചം നിങ്ങളിൽ ഇനിയും ആയിട്ടില്ല. നിങ്ങൾ ഇനിയും ഒത്തിരി ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ വെളിച്ചത്തിൻ്റെ തടസ്സമായി നിൽക്കുന്നതിനൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കണം. പണ്ട് ബറോഡയിലെ ഒരു രാജാവിൻ്റെ ജന്മദിനാഘോഷത്തെക്കുറിച്ചൊരു ഒരു സംഭവം ഇങ്ങനെയാണ്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ്. അന്ന് ഈ രാജാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അക്കാലത്തെ നാട്ടിലെ ഫോട്ടോഗ്രാഫർമാരെയൊന്നുമല്ല, ഫ്രഞ്ച് ഫോട്ടോഗ്രാഫറായ ഹെൻറി കാർട്ടർ ബെർസോൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രഗത്ഭന, അക്കാലത്തെ ലോക പ്രശസ്തനായ ഫോട്ടോഗ്രാഫറെയാണ് ഈ അദ്ദേഹം ഫോട്ടോ എടുക്കാനായിട്ട്, ആൽബമൊക്കെ ഉണ്ടാക്കാനായിട്ട് ക്ഷണിച്ചത്. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരും കാരണം അദ്ദേഹം ഒരു പ്രജാതൽപരനായ രാജാവായതുകൊണ്ട് നാട്ടുകാരെല്ലാം അത് ക്ഷണിച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം വന്നതിൽ പങ്കെടുക്കുകയാണ്. അവസാനം ഈ ആൽബം കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓരോ പേജ് നോക്കുമ്പോൾ രാജാവിൻ്റെ വിവിധ ഭാവങ്ങൾ കാണാനായിട്ട് ആഗ്രഹിച്ചവർ നോക്കുമ്പോൾ രാജാവും മന്ത്രിമാരും അത് കണ്ട എല്ലാവരും ഞെട്ടുകയാണ്. കാരണം അതിലൊരു ഇടത്ത് പോലും രാജാവിൻ്റെ ഫോട്ടോ ഇല്ലായിരുന്നു, രാജാവിൻ്റെ മുഖമില്ലായിരുന്നു. അപ്പോൾ ചോദിച്ചു, ഇതെന്താണ് ചെയ്തത്? ഉടനെ ആ ഹെൻറി കാർട്ടർ ബെർസോൻ എന്ന് പറയുന്ന ആ മഹാനായ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ മഹത്വത്തെ ചിത്രീകരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇവിടെ വന്ന് പങ്കെടുത്തവരുടെ മുഖഭാവങ്ങളാണ് ഞാനത് ചിത്രീകരിച്ചത്. ആ മുഖഭാവങ്ങൾ കാണുമ്പോൾ അറിയാം അവർ രാജാവിനെ എത്രമാത്രമാണ് ആദരിക്കുന്നത്, സ്നേഹിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. അതിലൂടെ രാജാവിൻ്റെ മഹത്വത്തെയാണ് ഞാൻ പ്രകീർത്തിക്കാൻ ശ്രമിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്തുവിൻ്റെ ഹൃദയശോഭ, ക്രിസ്തുവിൻ്റെ മുഖശോഭ ഇന്ന് ഈ ചുറ്റുപാടുകളിൽ നമ്മളിൽ നിന്നൊക്കെ ആർക്കെങ്കിലും ദർശിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വെളിച്ചത്തിൻ്റെ ഉത്സവമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോഴാണ് നമുക്ക് അത്തരത്തിൽ ഒരു രൂപാന്തരപ്പെടലും യഥാർത്ഥ ക്രിസ്മസിൻ്റെ അനുഭവവും അതൊരു നിർവൃതിയായി എന്നും പെയ്യുന്ന അനുഭവം
ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ദൈവം മനുഷ്യനെ ചേർത്ത് പിടിച്ചതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മൾ മറിയയെക്കുറിച്ചൊക്കെ അവിടെ വേദഭാഗങ്ങളിലൊക്കെ പറയുമല്ലോ, ഇത് ഗബ്രിയേൽ ദൂതൻ ചെന്ന് മറിയയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറയുകയാണ്. എത്ര വലിയൊരു അടയാളമാണ് അത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനിവിടെ വന്നപ്പോൾ ഡോക്ടർ കെ വി സൈമൺ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയാണ്, ഇപ്പം ആരും ആരെയും ബഹുമാനിക്കാത്ത കാലമാണിത്. അച്ഛൻ തന്നെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എലിസബത്തിനെ കാണാൻ വളരെ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള മറിയ വരികയാണ്. ഒരച്ഛൻ്റെ കൊച്ചമ്മയെ കാണാനായിട്ട് നാട്ടിലെ ഒരു സാധാരണ സ്ത്രീ വരികയാണ്. അവർ എത്രയോ ആദരവോടുകൂടിയാണ് പരസ്പരം പെരുമാറിയത്, ആദരവർപ്പിച്ചെന്ന് നമ്മൾ ഓർക്കണം. ആരും ആരെയും ബഹുമാനിക്കാത്തൊരു കാലത്തിൽ സ്വർഗത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ, ആ ഗബ്രിയേൽ ദൂതൻ വന്ന ഈ നസ്രയത്തിലെ വെറും ഈ സാധാരണ പെൺകുട്ടിയുടെ മുമ്പിൽ, കന്യകയുടെ മുമ്പിൽ നിന്ന് അവളെ അഭിവാദനം ചെയ്യുകയാണ്, അവൾക്ക് സല്യൂട്ട് കൊടുക്കുകയാണ്. അതുതന്നെ എത്രയോ വലിയൊരു സന്ദേശമാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് മറിയയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചതെന്ന് ചോദിച്ചാൽ, അവൾക്ക് ആ കൃപ ലഭിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സ്വപ്നത്തെ ഏറ്റെടുക്കുവാനുള്ള ആ കൃപയാണ് അവൾ ഏറ്റുവാങ്ങിയത്. പ്രിയമുള്ളവരെ, ആരാണോ ദൈവത്തിൻ്റെ സ്വപ്നത്തെ ഏറ്റെടുക്കുന്നത്, ആരാണോ ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പൈതലിനെ ഏറ്റെടുക്കുന്നത്, അവർക്ക് മുമ്പിൽ സ്വർഗം പോലും വന്ന് അഭിവാദനം അർപ്പിച്ച് നിൽക്കുമെന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. നമ്മളൊക്കെ നാട്ടിലെ പ്രമാണിമാർ വന്ന് നമ്മളെ അഭിവാദനം ചെയ്യുന്നത് കണ്ട് കോരിത്തരിക്കാൻ നമ്മൾ ഇരിക്കുകയാണ്. ഈ നാട്ടിലെ മഹാന്മാരിരുന്ന കസാര മൂട്ടയായിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്തവർ നമ്മുടെ നേതാക്കന്മാരായി നടക്കുമ്പോൾ അവരുടെയൊക്കെ അഭിവാദനങ്ങളെ സ്വീകരിച്ച് നമ്മൾ കോൾമയർ കൊള്ളാനിരിക്കുകയാണെങ്കിൽ ആ വരുന്ന രോമാഞ്ചത്തിന് കാരണമായി തരുന്ന രോമം പോലും അന്ത്യന്യായവിധി നാളിൽ നമുക്കെതിരെ സാക്ഷി പറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയമുള്ളവരെ, ആരാണ് ആദരിക്കേണ്ടത്? സ്വർഗം ആദരിക്കുന്ന ഒരനുഭവം ഉണ്ടാകണമെങ്കിൽ നമുക്കത് ഏറ്റെടുക്കണം. നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിറിയ തോമസ് സാറ്, അദ്ദേഹം KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പല പ്രാവശ്യം അദ്ദേഹം അവിടെ ചെന്നപ്പോൾ, ഡൽഹി ചെന്നപ്പോൾ KR നാരായണനെ കാണാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ ശ്രമിച്ചത് സിറിയ തോമസ് സാറിന് അങ്ങനെ KR നാരായണൻ, രണ്ടുപേരും കേരളീയരാണ്, പാലായും മുഴുവനും ഒക്കെ അടുത്താണെങ്കിലും അങ്ങനെ പേഴ്സണലായിട്ട് പരിചയമില്ല. എന്നാലൊരു കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്, കാരണം ഈ സിറിയ തോമസ് സാറിൻ്റെ ഫാദർ RV തോമസ് തിരുക്കൊച്ചിയിലെ സ്പീക്കറൊക്കെ ആയിരുന്നു. അത്തരത്തിൽ പ്രഗത്ഭനായ വളരെ ആദരണീയനായ സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരുപക്ഷെ KR നാരായണൻ അറിയാമായിരിക്കാമെന്ന് സിറിയ തോമസ് സാർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഒരിക്കൽ പിന്നീട് പല പ്രാവശ്യം ഒരു പ്രാവശ്യം ചെന്ന് അവിടെ രാഷ്ട്രപതി ചെന്നപ്പോൾ അതിൻ്റെ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് VIP-കളെ ഒന്നും സ്വീകരിക്കുന്ന ദിവസമല്ല ഇന്ന്, കാരണം അദ്ദേഹം നല്ല സുഖമില്ലാതെ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് VIP-കളെ ഒന്നും ഇന്ന് ആർക്ക് സന്ദർശനാനുമതി ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഈ സിറിയ തോമസ് സാറ് പറഞ്ഞു, ഇങ്ങനെ കേരളത്തിൽ നിന്ന് RV തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനാണ് സിറിയ തോമസ്, ഇങ്ങനെ വന്നിരുന്നെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ഈ സിറിയ തോമസ് സാറ് തിരിച്ച് അദ്ദേഹം താമസിച്ച സ്ഥലത്തേക്ക് വരുമ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അവിടേക്ക് ഫോൺ വരികയാണ്, ഇന്ന് വൈകിട്ട് എന്ന് കാണാനായിട്ടുള്ള സമയം പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സിറിയ തോമസ് സാറ് അന്നേരം അദ്ദേഹത്തെ കൊണ്ടുപോയ മറ്റൊരു ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ വണ്ടിയൊക്കെ ഒരു സാധാരണ വണ്ടിയാണ്. അപ്പോൾ അവർക്കൊരു സംശയം, രാഷ്ട്രപതി ഭവനിലോട്ട് ഈ വണ്ടി കയറ്റി വിടുമെന്നുള്ളത്. കാരണം നമ്മളൊക്കെ അതിൻ്റെ എപ്പോഴും നമ്മുടെ പ്രൗഢിയൊക്കെ, ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സോണിയ കൊച്ചമ്മയോട്, അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ചെരുപ്പിട്ടോ സാറേ ആരും എടുത്തോണ്ട് പോകരുത്, കാരണം എൻ്റെ ചെരുപ്പ് ആരും എടുത്തോണ്ട് പോകരുത്, കാരണം ഏറ്റവും വില കുറഞ്ഞ ചെരുപ്പാണ്, റബ്ബർ ചെരുപ്പൊക്കെ ഇട്ട് പ്രസംഗിക്കാൻ നടക്കുന്നവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു ഷൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വിലയാണ്. നമുക്ക് ഷൂസൊക്കെ ഇട്ട് എവിടെയൊക്കെ, എന്നോട് പ്രിൻസിപ്പലായപ്പോഴൊക്കെ പലരും പറഞ്ഞാൽ സാറിന് ഒരു ഷൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ, അത് വലിച്ചുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഇടാതിരുന്നതാണ്. അപ്പം നമ്മൾ ഇതൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അത് ആരും എടുത്തുകൊണ്ട് പോവുകയില്ല, എവിടെ ഇട്ടാലും ആരും എടുത്തുകൊണ്ട് പോകുന്ന ചെരുപ്പല്ലെന്ന് പറയും. അപ്പോൾ ഈ സിറിയ തോമസ് നമുക്ക് ഈ വണ്ടി അവിടെ എങ്ങാനും കയറ്റി വിടുമോന്നുള്ളൂ. പക്ഷേ അതവർ ചെല്ലുന്ന സമയത്ത് രാഷ്ട്രപതി ഭവൻ്റെ വാതിലുകൾ ഇവരാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. അപ്പോൾ സിറിയ തോമസ് സാർ അവിടെ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ പ്രത്യേക പ്രോട്ടോക്കോളിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പറഞ്ഞു, അത് എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. രാഷ്ട്രപതി വരുന്ന സമയത്ത് കയറി കെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാൻ അനുവാദമില്ല, കാരണം നാട്ടുപുറത്തെ രീതിയിലല്ല, അത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഷെയ്ക്കാൻഡിന് കൈ നീട്ടിയാൽ കൈ കൊടുക്കാം, അങ്ങനെയൊക്കെ ആകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ്സൊക്കെ എടുത്ത് അദ്ദേഹം പോയി. അത് കഴിഞ്ഞാണ് ഈ അദ്ദേഹം ഇരിക്കുന്ന സിറിയ തോമസ് സാറിൻ്റെ മുറിയിലോട്ട് KR നാരായണൻ വരുന്നത്.
അപ്പോൾ കെ.ആർ. നാരായണൻ വന്ന് വളരെ ആഘോഷപൂർവ്വം അദ്ദേഹത്തെ ക്ഷയിക്കാൻ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ കെ.ആർ. നാരായണൻ ഈ സിറിയ തോമസ് സാറിനോട് പറഞ്ഞു, സാറേ ഇന്ന് ഞാൻ ആരെയും കാണുന്ന ദിവസമല്ലായിരുന്നു, എന്നാൽ ആർ.വി. തോമസിൻ്റെ മകൻ വന്നെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അല്ല, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർ ഗവർണറാണ്, അതിൻ്റെ മുകളിൽ എത്രയോ ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ് പ്രസിഡന്റ്. ഉടനെ ഈ കെ.ആർ. നാരായണൻ പറയാണ്, സാറിൻ്റെ വീട്ടിൽ പണ്ടൊരിക്കൽ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഒരു പഴയ അനുഭവം പറയുകയാണ്. അദ്ദേഹം വികാരഭരിതനായി പറയുകയാണ്, ഞങ്ങളെ ഒന്നും ആ കാലഘട്ടത്തിൽ ഒരു വീട്ടിലും കയറ്റാത്ത കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ അമ്മാവനുമൊത്ത് സാറിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ആർ.വി. തോമസുമായിട്ട് എൻ്റെ അമ്മാവന് നല്ല പരിചയമാണ്. അവർ തമ്മിൽ സംസാരിച്ച് സന്ധ്യയായി. അവസാനത്തെ ബസ്സും പോയി. അപ്പോഴാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ആർ.വി. തോമസ് പറഞ്ഞു, ഇന്ന് ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി നടക്കേണ്ടി വരുമല്ലോ, അപ്പോൾ ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ അന്ന് പാർപ്പിച്ചു. അന്ന് താങ്കളുടെ അമ്മ എനിക്ക് അന്ന് കഞ്ഞിയും പയറും ഒക്കെ ചമ്മന്തിയൊക്കെ ആയിട്ട് അന്ന് നൽകിയ ആ സ്വാദിഷ്ടമായ പൂജ്യം ഇപ്പോഴും എൻ്റെ നാവിൽ അതിൻ്റെ രുചിയുണ്ട്. അന്ന് എന്നെ ആ രാത്രിയിൽ അന്ന് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഇടം തരികയും ഞങ്ങൾക്ക് കഞ്ഞി തരികയും ചെയ്ത ആ സ്നേഹനിധിയായ പിതാവിനെയും മാതാവിനെയും ഓർത്തിട്ടാണ് ഇന്ന് ആർക്കും ലോകരാഷ്ട്ര നേതാക്കന്മാർക്ക് സന്ദർശനാനുമതി കൊടുക്കാത്ത ഈ ദിവസം താങ്കൾക്ക് നൽകിയെന്ന്. പ്രിയമുള്ളവരെ, സിറിയ തോമസ് സാറിനെ ആദരിച്ചത് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഒരു കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ ആ കെ.ആർ. നാരായണനെ ആ ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലാണ്. പ്രിയമുള്ളവരെ, മറിയ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് ആദരവിന് യോഗ്യമായി തീർന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള മനസ്സ് ആ അമ്മയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ്, ആ മറിയയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഏറ്റവും ആദരണീയനായി തീരുന്നത് ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ ഏറ്റെടുക്കും. അവിടെ ദൂതൻ ചെന്ന് യോസഫിനോട് പറയുന്നത് എന്താണ്? മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ച ആളിനോട് വളരെയധികം ഉത്കണ്ഠകളും വ്യതകളുമായിരിക്കുന്ന ആ മറിയയുടെ അവസ്ഥയിൽ ആ മറിയെ ഉപേക്ഷിക്കരുതെന്ന് ദൂതൻ ചെന്ന് അറിയിക്കുമ്പോൾ ദൂതൻ പറഞ്ഞതുപോലെ മറിയയെ ചേർത്ത് കൊള്ളുകയാണ് യോസഫ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ചേർത്ത് പിടിക്കലാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. നമുക്ക് വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഇന്ന് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവരുടെ വേദനകളിലെ കടന്നു ചെല്ലാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പലയിടങ്ങളിലും ക്രിസ്മസ് മെസ്സേജിന് പോയെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം ഇവിടെ സമീപത്തുള്ള വടക്കേക്കര എന്ന് പറയുന്ന അവിടെ ഒരു LP സ്കൂള്, UP സ്കൂളിലാണ്, LP സ്കൂളിലാണ്, അവിടെ ഒരു സ്കൂളുണ്ട്. അവിടെ ഞാൻ TTI പഠിപ്പിച്ച അശ്വതി എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരിക്കൽ അശ്വതി എന്നെ വിളിച്ചിട്ട് ഒരു സന്ധ്യാസമയത്ത് പറഞ്ഞു, സാറേ, ഞാൻ എൻ്റെ മോള് ശ്രീനന്ദയുമായിട്ട് ഞാൻ എറണാകുളത്ത് ആശുപത്രി വന്നിരിക്കുകയാണ്, അവൾക്ക് കുടലിന് എന്തോ പ്രയാസമായിട്ട് അതിഭയങ്കരമായ വേദനയാണ്, സാറ് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഞാനന്ന് പ്രാർത്ഥിച്ചതാണ്. അതിനുശേഷം പിന്നീട് ഒരിക്കൽ ആ കുട്ടി ഒരു ബട്ടൺസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ബട്ടൺസ് വിഴുങ്ങി ആ കുട്ടി ഇവിടെ ഭാരത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഈ അശ്വതിയുടെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് സാറേ, ഇങ്ങനെ അശ്വതിയുടെ മോള് ഇവിടെ ആശുപത്രിയിലാണ്. അപ്പോൾ സാറ് എന്നോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ അവിടെ ചെന്നു. സ്കാനിങ്ങിനൊക്കെ അതിനുള്ള സമയമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോന്നു. പ്രിയമുള്ളവർ, അതിനുശേഷം അത് പലവിധമായ പ്രതിസന്ധികളിലൂടെയൊക്കെ ആ കുട്ടി കടന്നുപോയി. ശരീരത്തിൻ്റെ അവയവങ്ങൾ, ഇൻഫെക്ഷൻ മൂലം ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് വരെ തളർച്ച ബാധിക്കാമെന്ന സ്ഥിതിയിലൂടെയൊക്കെ കടന്നുപോയി. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ഒരു ദിവസം ഡിസംബർ മാസത്തിൽ എനിക്ക് അശ്വതി ഒരു വോയിസ് മെസ്സേജ് ഇട്ടത്, സാറേ, ജനുവരി 13-ന് എൻ്റെ കുട്ടിയുടെ അവളെ ഭരതനാട്യം എന്തോ പഠിക്കുന്നുണ്ട്, അതിൻ്റെ അരങ്ങേറ്റം ഒരു ക്ഷേത്രത്തിൽ നടക്കുകയാണ്, സാറിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുഞ്ഞിനെ വിളിച്ച് അന്നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അന്ന് ജനുവരി 13-ാം തീയതി രാവിലെ അവർ അപ്പനും അമ്മയും ആ കുഞ്ഞുങ്ങൾ 2 പേര് ശ്രീഹരിയും ശ്രീനന്ദയും എൻ്റെ വീട്ടിൽ വന്ന് ഞാനാണ് ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ചയച്ചത്. പ്രിയമുള്ളവരെ, അന്ന് ഈ വടക്കേക്കര സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന് എന്നെ മെസ്സേജിന് വിളിച്ചപ്പോൾ അശ്വതി മുമ്പോട്ട് വന്ന് നിൽക്കുകയാണ്. അശ്വതി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് പറഞ്ഞു, സാറിങ്ങനെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ ഘട്ടത്തിൽ എനിക്കത് വലിയ ബലമായിരുന്നു, എൻ്റെ മകളുടെ രക്ഷയ്ക്കത് കാരണമായി തീർന്നു. എന്നിട്ട് ആ അശ്വതി പറഞ്ഞത്, ഒരിക്കൽ സാറ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവളെ വിളിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ച സമയത്ത്
എൻ്റെ മകൾ എന്നോട് ചോദിച്ചത്, ആശുപത്രിയിൽ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വന്ന സാറാണോ എന്നാണ് ചോദിച്ചത്. ആശുപത്രിയിൽ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വന്ന സാറാണോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സ്വാഗത പ്രസംഗത്തിൽ പറയുന്ന പല പുസ്തകങ്ങൾ എഴുതിയെന്നോ അല്ലെങ്കിൽ താരകയുടെ ചീഫ് എഡിറ്ററായിരുന്നെന്നോ അവിടെ GTA 16 വർഷം പ്രിൻസിപ്പലായിരുന്നു എന്നൊന്നും ആ കുഞ്ഞിനെ സംബന്ധിച്ച് വിഷയമല്ല. ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതിൻ്റെ വേദനയും ഞാൻ ചെന്ന് അതിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതാണ് എന്നെ ഓർക്കാൻ അതിന് കാരണം. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിലെ എത്രയോ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ചരിത്രത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്ക് പോയപ്പോഴും എന്തുകൊണ്ടാണ് ക്രിസ്തു ഇത്രമാത്രം നിസ്തുല്യനായി ആരാധ്യനായി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ ഈ മാനവരാശിയെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്. നെയ്മർ എന്ന് പറയുന്ന ബ്രസീലിയൻ കളിക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ ആരാധകനായ കുട്ടി, ഒരു കറുത്ത വർഗ്ഗക്കാരനായ കുട്ടി ഓടി വരികയാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റിക്കാരൊക്കെ അവനെ പൊക്കിയെടുത്ത് അവിടുന്ന് മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ നെയ്മർ ഓടിച്ചെന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് ആ ഗ്രൗണ്ടിലൂടെ നടക്കുകയും അതോടൊപ്പമുള്ള അവൻ്റെ മറ്റ് കളിക്കാരോടൊപ്പം കൊണ്ടുവന്ന് നിന്ന് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മറ്റൊരു വീഡിയോ ഒരു വെള്ളക്കാരനായ കുട്ടിയാണ്. അവന് ഇതാ നെയ്മറുള്ള ആരാധനയിൽ നെയ്മറെ ഓടി വന്ന് നെയ്മറിൻ്റെ ചേർത്ത് പിടിച്ച് നെയ്മറിൻ്റെ ബനിയനിലൊക്കെ ഇങ്ങനെ പിടിച്ച് ആരാധനയോടുകൂടി നിൽക്കുന്ന സമയത്ത് നെയ്മറിൻ്റെ ആ ബനിയൻ പോലും ഊരി അവന് കൊടുക്കുമ്പോൾ അവനത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുനീരോടുകൂടി ഈ നെയ്മറിനോട് നടക്കുകയാണ്. ഇതിനേക്കാൾ വലിയ ബഹുമതി എന്താണ് തനിക്ക് ലഭിക്കാനുള്ളതെന്ന് പറഞ്ഞ്. പ്രിയമുള്ളവരെ, ചേർത്ത് പിടിച്ച് നടക്കുക മാത്രമല്ല, ബനിയനൂരി തന്നവനല്ല കർത്താവ്, തൻ്റെ ജീവൻ നൽകി നമ്മളെ രക്ഷിച്ചവനാണ് കർത്താവ്. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ ഈ ക്രിസ്മസിലൂടെ ഓർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം ആദരവോടുകൂടിയാണ് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ലോക് മാൻഡിനോ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ ഗ്രേറ്റസ്റ്റ് സെയിൽസ്മാൻ ഇൻ ദ വേൾഡ്. ആ കഥയും കൂടെ പറഞ്ഞ് ക്രിസ്മസിൻ്റെ സന്ദേശം എത്ര ദിവസങ്ങളും രാവുകളും പകലുകളും നിന്ന് പറഞ്ഞാൽ തീരാത്തതാണെങ്കിലും നിങ്ങൾക്കിനിയും വീട്ടിൽ പോകേണ്ടതായതുകൊണ്ട് എനിക്കും പോകേണ്ടതായതുകൊണ്ടും ഞാൻ ഈ ഒരു കഥയും കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഓക്ക് മാൻഡിനോയുടെ ഗ്രേറ്റസ്റ്റ് സെയിൽസ്മാൻ ഇൻ ദ വേൾഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിനകത്തൊരു ഭാര്യ ഹഫീദ് എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ്. ആ കവിത ഒരു പീറ്റർ എന്ന് പറയുന്ന ഒരാളുടെ, പത്രോസ് എന്ന പേരുള്ള ഒരാളുടെ, അയാൾ വലിയ സമ്പന്നനായ മനുഷ്യനാണ്, വലിയ ബിസിനസ്സുകാരനാണ്. അയാൾ ഒട്ടകങ്ങളെയൊക്കെ നോക്കുന്ന ജോലിയാണ് ഈ ഫരീദ് ഈ ഫരീദ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഇവന് ഇങ്ങനെ അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന നടത്തുക. അതായത് അവൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പെണ്ണിൻ്റെ അപ്പനെ കണ്ടപ്പോൾ അപ്പം പറഞ്ഞു, നീ ഈ ഒട്ടകത്തെയൊക്കെ നോക്കുന്ന പണിയുമായിട്ടൊക്കെ നിൽക്കുന്ന കാലത്തോളം എൻ്റെ പെണ്ണിനെ നിനക്ക് തരാമെന്ന് നീ വിചാരിക്കരുത്. നീ ഒരു കാര്യം ചെയ്ത്, നിൻ്റെ യജമാനൻ വലിയ സമ്പന്നനാണല്ലോ, അയാൾക്ക് ഒത്തിരി സെയിൽസ്മാനൊക്കെ അങ്ങനെ സെയിൽസിന് ആളുകളെ എടുക്കുമല്ലോ, നീ ഒരു സെയിൽസ്മാൻ ആകും. അങ്ങനെയാണെങ്കിൽ നീ ആ ഒരു പദവിയിലുള്ള ഒരാളിനെ എൻ്റെ മകളൊക്കെ കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഈ പത്രോസിൻ്റെ അടുക്കൽ ഈ ചെറുപ്പക്കാരൻ ചെല്ലുകയാണ്. അയാൾ പറയാണ്, എന്നെ ഒരു സെയിൽസ്മാനായിട്ട് വെക്കണം. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്ത് പരിചയമാണുള്ളത്, നിനക്കതിനകത്ത് എങ്ങനെ വിജയിക്കുമെന്ന് എനിക്ക് എന്താണ് ഉറപ്പുള്ളതെന്നൊക്കെ ചോദിച്ചു. അവസാനം ഇദ്ദേഹത്തിനിങ്ങനെ കേണപേക്ഷിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒരു കമ്പിളിപ്പുതപ്പ് നിനക്ക് തരാം. ആ കമ്പിളിപ്പുതപ്പുമായി നീ വിൽക്കാനായിട്ട് പോകണം. ഏറ്റവും കൂടിയ വിലയ്ക്ക് നീ അത് വിറ്റിട്ട് വന്നാൽ നിന്നിൽ അത്തരത്തിലൊരു ഒരു സെയിൽസ്മാൻ സ്പിരിറ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ നിന്നെ ഇവിടെ ആ ജോലിക്ക് നിയമിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവൻ ഓരോ സ്ഥലം വിട്ടു പോകുന്നു. ഓരോ സ്ഥലത്തും പലയിടത്തും ഇരുന്ന് വില ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊന്നും അയാൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അതിനേക്കാൾ വില കിട്ടും ആയിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ നടക്കുകയാണ്. ഒരു സന്ധ്യയോടടുത്ത സമയത്ത് രാത്രിയാകുന്നു. അവൻ്റെ അന്നത്തെ വിൽപ്പനയൊന്നും നടന്നിട്ടില്ല. അവൻ കൂടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നടക്കുകയാണ്. അങ്ങനെ അവൻ നടക്കുന്ന സമയത്ത് ഒരു ഗുഹയിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ്. ആ ഗുഹയിലേക്ക് അവൻ കയറുന്ന സമയത്ത് ഒരു കുഞ്ഞ്, അപ്പോൾ ജനിച്ച കുഞ്ഞാണ്. ആ കുഞ്ഞ് കരയുന്നു. അവൻ്റെ അമ്മയും അവൻ്റെ അപ്പനുമൊക്കെ തണുപ്പുള്ള ആ രാത്രിയിൽ അവരുടെ ഉടുപ്പ് കൊണ്ടൊക്കെ ആ കുഞ്ഞിനെ തണുപ്പ് മാറ്റാൻ ശ്രമിച്ചിട്ട് അത് ഫലിക്കുന്നില്ല. കുഞ്ഞ് കരയുകയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ്. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, അവന് നൽകിയിരിക്കുന്ന ഈ കമ്പിളിപ്പുതപ്പ് ഏറ്റവും കൂടിയ വിലയ്ക്ക് വിറ്റാൽ, അങ്ങനെ തൻ്റെ ഒരു പ്രാഗൽഭ്യം തെളിയിച്ചാൽ തന്നെ സെയിൽസ്മാൻ എന്നുള്ള ജോലിക്ക് നിയമിക്കും. അതോടൊപ്പം താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തനിക്ക് കല്യാണം കഴിക്കുകയും ചെയ്യാം. എന്നാൽ അതേസമയം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ പുതപ്പ് കൊടുത്താൽ
തൻ്റെ ആ ഒരു സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരും. അവരെ സഹായിച്ചു എന്നുള്ള ഒരു സംതൃപ്തി മാത്രം. ഈ രണ്ട് പോരാട്ടങ്ങൾക്കിടയിൽ അവസാനം അവൻ തീരുമാനിച്ചു ആ കുഞ്ഞിന് ഈ പുതപ്പ് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ പുതപ്പ് കൊടുത്തിട്ട് അവൻ തിരികെ വളരെ നിരാശനായി പത്രോസ് എന്ന് പറയുന്ന അവൻ്റെ യജമാനൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പത്രോസ് ചോദിക്കുന്നുണ്ട്, അവിടെ എന്താണ് സംഭവിച്ചത്? അവൻ പറഞ്ഞു, എനിക്ക് ഈ പുതപ്പൊന്നും എനിക്ക് വിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ ഒരു പ്രായാധിക്യം കൊണ്ട് അന്ധനായ ഒരു മനുഷ്യനാണ്. എന്നാൽ നീ എൻ്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് നിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എൻ്റെ കണ്ണിൻ്റെ ആ കാഴ്ച മങ്ങിയ അവസ്ഥയൊക്കെ മാറി ഒരു നക്ഷത്രം നിനക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്നതായി കണ്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? ഉടനെ അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കുഞ്ഞിന് ഒരു പുതപ്പ് സമ്മാനിച്ചിട്ട് വരികയാണ് ഞാൻ ചെയ്തത് എന്ന് പറയുകയാണ്. ആ കഥയിൽ പറയുന്നത് അത് യേശു കുഞ്ഞായിരുന്നെന്നും പിന്നെ ഈ കമ്പിളിപ്പുതപ്പ് പലരിലേക്ക് പോയി അവസാനം പൗലോസിൻ്റെയിലൊക്കെ ലഭിച്ച് ആ പൗലോസ് ഈ കമ്പിളിപ്പുതപ്പുമായി ഈ ഭവനത്തിലൊക്കെ പിന്നീട് വരുന്നതും ഒക്കെ പറഞ്ഞുള്ളൊരു കഥയാണത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു വലിയ സന്ദേശമുണ്ട്. എവിടെ നമ്മൾക്ക് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുന്നുവോ അവിടെയൊക്കെ യഥാർത്ഥ ക്രിസ്മസിൻ്റെ നക്ഷത്രം ഉദിക്കും. അങ്ങനെ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രം നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന സമയത്ത് നമുക്കും അത്തരത്തിലുള്ള ചെറിയ നക്ഷത്രങ്ങളായി മാറുവാനായിട്ട് ദൈവം അതിനെ സാധ്യമാക്കും. മധുസൂദനൻ നായരുടെ കവിതയിൽ ഇങ്ങനെയുണ്ട്, നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം നീ എന്തു ചെയ്തു? നിൻ പ്രാണനാൽ എത്ര വിളക്ക് കൊളുത്തി നീ, നാളത്തെ യജ്ഞത്തിന് എന്ത് ഭവിസായി കൊടുത്തു നീ. നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം നീ എന്തു ചെയ്തു? പ്രിയമുള്ളവരെ, ക്രിസ്തുവാകുന്ന ശരമില്ലാത്ത അക്ഷരത്തെ, ജീവന്റെ അപ്പമായവനെ ദൈവം നമുക്ക് നൽകിയ ആ മഹാസംഭവമാണ് ക്രിസ്മസ്. നക്ഷത്രം, അന്ന് വെളിപ്പെട്ട നക്ഷത്രം ഇന്നും നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മളോട് ചോദിക്കുന്നു, ഞാൻ തന്നൊരക്ഷരം നീ എന്ത് ചെയ്തു? നിൻ പ്രാണനാൽ എത്ര വിളക്ക് കൊളുത്തി നീ, നാളത്തെ യജ്ഞത്തിന് എന്ത് ഹവിസായി കൊടുത്തു നീ. പ്രിയമുള്ളവരെ, എത്ര നക്ഷത്ര വിളക്കുകൾ തൂക്കി എന്നതിൻ്റെ പേരിലല്ല ദൈവം നമ്മളെ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതും, മറിച്ച് എത്ര നക്ഷത്രങ്ങളെ. ഞാൻ പണ്ടൊരു പള്ളിയിൽ ചെന്ന സമയത്ത് ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ക്രിസ്മസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ ആ ഒരു നക്ഷത്രം ഇത്രേ ഇട്ടിട്ടുള്ളൂ. രാത്രി ആയപ്പോഴാണ് ഞാൻ ആ നക്ഷത്രത്തിൽ, അതിനകത്ത് ലൈറ്റ് ഇല്ലായിരുന്നു. നമ്മളൊക്കെ വിളക്കില്ലാത്ത, വെളിച്ചമില്ലാത്ത നക്ഷത്ര വിളക്കുകളായി മാറുന്നവരാണോ? അനേക ഹൃദയങ്ങളിൽ വെളിച്ചം തെളിയിക്കുന്ന വ്യക്തികളായി മാറുന്നതാണോ എന്നുള്ള നിർണായക ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കേണ്ട സന്ദർഭമാണ് ക്രിസ്മസ് എന്ന് ഓർപ്പിച്ചുകൊണ്ട്, അങ്ങനെ ക്രിസ്തുവിൻ്റെ ശോഭയുള്ള നക്ഷത്രങ്ങളായി ശോഭിപ്പാൻ ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.